NCERT നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. 3.1 Introduction. Motion is common to everything in the universe. We walk, run and ride a bicycle. Even when we are sleeping, air moves into and out of our lungs and blood flows in arteries and veins. We see leaves falling from the trees and water flowing down a dam. Automobiles and planes carry people from one place to the other. The earth rotates once every 24 hours and revolves round the sun once in a year. The sun itself is in the motion in the Milky Way, which is again moving within its local group of galaxies. വിശദമായി നോക്കാം. മോഷൻ ഇസ് കോമൺ ടു എവ്രിതിങ് ഇൻ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോഷൻ എന്ന് പറയുന്നത് ചലനം, അത് പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കൾക്കും ഉള്ളൊരു കാര്യമാണ്. വി വാക്ക്, റൺ ആൻഡ് റൈഡ് എ ബൈസൈക്കിൾ. നടക്കുന്നു, ഓടുന്നു, ബൈസൈക്കിൾ ചവിട്ടുന്നു. ഈവൻ വെൻ വി ആർ സ്ലീപ്പിംഗ്, നമ്മൾ ഉറക്കത്തിൽ പോലും എയർ മൂവ്സ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് അവർ ലങ്സ്, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. ബ്ലഡ് ഫ്ലോസ് ഇൻ ആർട്ടറീസ് ആൻഡ് വെയിൻസ്, നമ്മൾ ഉറക്കത്തിലും നമ്മുടെ ഞരമ്പുകളിൽ കൂടെ ബ്ലഡ് ഒഴുകുന്നുണ്ട്. വി സീ ലീവ്സ് ഫാളിങ് ഫ്രം ദ ട്രീസ്, മരങ്ങൾ ഇല പൊഴിക്കുന്നത് നമ്മൾ കാണുന്നു. വാട്ടർ ഫ്ലോയിങ് ഡൗൺ എ ഡാം, ജലം കെട്ടി നിർത്തി വെള്ളം ഒഴുകി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓട്ടോമൊബൈൽസ് ആൻഡ് പ്ലെയിൻസ് ക്യാരി പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്നത് എന്ത് വാഹനങ്ങൾക്കും ഓട്ടോമൊബൈൽ എന്ന് പറയാം. വിമാനം, എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ. ദ എർത്ത് റൊട്ടേറ്റ്സ്, ആ വാക്കൊന്ന് ശ്രദ്ധിക്കാം. റൊട്ടേറ്റ്സ് എന്ന് പറയുന്ന എർത്ത്, റൊട്ടേറ്റ് ആൻഡ് റിവോൾവ് രണ്ട് വാക്കാണ്. സ്വയം തിരിയുകയും സൂര്യന് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വയം തിരിയുന്നതിനെയാണ് റൊട്ടേറ്റ് എന്ന് പറയുന്നത്. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതിനെയാണ് റിവോൾവ് എന്ന് പറയുന്നത്. സൂര്യന് ചുറ്റും കറങ്ങുന്നതിന് പറയുന്ന പേരാണ് റിവോൾവ്. അപ്പം എർത്തിന് രണ്ട് തരത്തിലെ ചലനമാണുള്ളത്. ഒന്ന് റൊട്ടേഷനും മറ്റൊന്ന് റെവല്യൂഷനും. അടുത്തത് സൺ എന്ന് പറയുന്നത് മിൽക്കി വേ എന്ന് പറയുന്ന അഥവാ ആകാശഗംഗ എന്ന് പറയുന്ന ഗാലക്സിയിലെ ഒരു സ്റ്റാറാണ്. ഈ സണ്ണ് ഒരുപാട് ഗാലക്സികളിലെ ഒരു ഗാലക്സിയാണ് മിൽക്കി വേ. ആ മിൽക്കി വേയിലെ ഒരു സ്റ്റാറാണ് സൺ. പക്ഷേ ഈ ഒരുപാട് ഗാലക്സികളും എല്ലാ ഗാലക്സികളുടെ കേന്ദ്രത്തിന് ഗാലാക്റ്റിക് സെൻറ്റർ എന്നാണ് പറയുക. ഒരുപാട് ഗാലക്സികളുടെ കേന്ദ്രത്തിന് ഗാലാക്റ്റിക് സെൻറ്റർ എന്നാണ് പറയുക. ആ ഗാലാക്റ്റിക് സെൻറ്ററിന് ചുറ്റും എല്ലാ ഗാലക്സീസും കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗാലക്സിയായ മിൽക്കി വേയിലെ സണ്ണും ആ ഗാലാക്റ്റിക് സെൻറ്ററിന് ചുറ്റും കറങ്ങുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യം വരും. റിലേറ്റീവ് മോഷൻ എന്നുള്ളൊരു പദം പഠിക്കുമ്പോൾ നമുക്ക് ഈ ഭ്രമണം ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കണ്ടത് ചലനം എന്നുള്ളൊരു വാക്കാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. തുടർന്ന് മോഷൻ ഇസ് ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് വിത്ത് ടൈം. ഹൗ ഡസ് ദ പൊസിഷൻ ചേഞ്ച് വിത്ത് ടൈം? ഇൻ ദിസ് ചാപ്റ്റർ വി ഷാൽ ലേൺ ഹൗ ടു ഡിസ്ക്രൈബ് മോഷൻ. ഫോർ ദിസ് വി ഡെവലപ്പ് ദ കൺസെപ്റ്റ്സ് ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. We shall confine ourselves to the study of motion of objects along a straight line, also known as rectilinear motion. For the case of rectilinear motion with uniform acceleration, a set of simple equations can be obtained. Finally, to understand the relative nature of motion, we introduce the concept of relative velocity. തുടർന്ന് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. മോഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് വിത്ത് ടൈം. സമയം മുൻപോട്ട് പോകുന്നതിനനുസരിച്ച്
ഒരു വസ്തുവിന് സ്ഥാനചലനം ഉണ്ടായാൽ മോഷൻ എന്ന് പറയാം. ഇനി എങ്ങനെയാണ് പൊസിഷൻ സമയത്തിനനുസരിച്ച് മാറുന്നത്? അതിന് നമ്മൾ മോഷനെ 2 കൺസെപ്റ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്: വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര വേഗതയുണ്ട്, ഒരു വണ്ടിയുടെ വേഗത എന്നൊറ്റ വാക്കിൽ പറയാം. അത് ഫാസ്റ്റാണോ സ്ലോ ആണോ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് വെലോസിറ്റി. മറ്റൊന്നാണ് ആക്സിലറേഷൻ. അതായത് വേഗതയുണ്ട്, വേഗത വല്ലാതെ കൂടുകയാണോ അതോ കുറയുകയാണോ എന്ന് പറയുന്നതാണ് ആക്സിലറേഷൻ. അതായത് ഒരു വസ്തു ഫാസ്റ്റാണ് അല്ലെങ്കിൽ സ്ലോ ആണ്, എങ്ങനെ ഫാസ്റ്റാവുന്നു, വളരെ പെട്ടെന്ന് സ്പീഡ് കൂടി വരികയാണോ അതോ സാവധാനം കൂടി വരികയാണോ, ഇത്തരം കാര്യങ്ങളാണ് ആക്സിലറേഷനിൽ പറയുന്നത്. We shall confine our studies to the motion of objects along a straight line. നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മാത്രം. ഈ ലെസണിൽ നമ്മൾ ആകെ പഠിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ, ഒരു വര വരച്ചതിൻ്റെ മുകളിൽ കൂടെ മാത്രം നടക്കുക. അതിന് റെക്റ്റിലീനിയർ മോഷൻ എന്നും പറയും. പിന്നെ അവിടെ തന്നെ നമ്മൾ പഠിക്കുന്നത് യൂണിഫോം ആക്സിലറേഷൻ. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക, ഇതൊക്കെ നമുക്ക് തുടർന്ന് പഠിക്കാനുള്ള പദങ്ങളാണ്. ഏതൊക്കെ വാക്കുകൾ കേട്ടു? വെലോസിറ്റി, ആക്സിലറേഷൻ, റെക്റ്റിലീനിയർ മോഷൻ, യൂണിഫോം ആക്സിലറേഷൻ. ഇത് വെച്ച് നമ്മൾ ചെറിയ ഇക്വേഷൻസും നമ്മളിവിടെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അവസാനമായിട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേറ്റീവ് nature of motion, we introduce the concept of relative velocity. ഒരു പ്രധാനപ്പെട്ട വാക്കാണ് റിലേറ്റീവ് വെലോസിറ്റി. ഇത് ഞാൻ ആ സൂര്യൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കിത് ആവശ്യമുണ്ട്, നമ്മൾ അതിലേക്ക് വരും ഒടുവിലേക്ക്. അപ്പോൾ ഈ പാരഗ്രാഫിൽ ശരിക്കും നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തും എന്ന് പറയാനായിട്ട് ചില പദങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നും കൂടെ: വെലോസിറ്റി, ആക്സിലറേഷൻ, റെക്റ്റിലീനിയർ മോഷൻ, യൂണിഫോം ആക്സിലറേഷൻ, റിലേറ്റീവ് വെലോസിറ്റി. ഈ കൺസെപ്റ്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ. നെക്സ്റ്റ്, ഇൻ അവർ ഡിസ്കഷൻ വി ഷാൽ ട്രീറ്റ് ദ ഓബ്ജെക്ട്സ് ഇൻ മോഷൻ ആസ് പോയിൻ്റ് ഓബ്ജെക്ട്സ്. പോയിൻ്റ് ഓബ്ജെക്ട്സ്. This approximation is valid so far as the size of the object is much smaller than the distance it moves in a reasonable duration of time. In a good number of situations in real life, the size of objects can be neglected and they can be considered as point-like objects without much error. Finally, in kinematics, we study ways to describe motion without going into the causes of motion. What causes motion described in this chapter and the next chapter forms the subject matter of chapter 5. അപ്പോൾ കോസസ് ഓഫ് മോഷനിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നമ്മൾ പിന്നീട് വരുന്നുണ്ട്. അത് ചാപ്റ്റർ 5-ലാണ്. അപ്പോൾ ഇവിടെ 2 വാക്കുകളാണ് പറഞ്ഞത്. ഒന്ന് പോയിൻ്റ് ഓബ്ജക്റ്റും ഒന്ന് കൈനമാറ്റിക്സ് എന്നുള്ളത്. പോയിൻ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേഷനാണ്. അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് പരിചിതമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ട്രെയിൻ, വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിരുന്നു, ഒരു ട്രെയിനും ട്രെയിൻ ഓടുന്ന ട്രാക്കും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ട്രാക്ക് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സാണ് ഉള്ളത്. അതേസമയം റെയിൽവേ ട്രാക്ക് ഒരുപാട് കിലോമീറ്റേഴ്സാണ് ഉള്ളതെങ്കിൽ ട്രെയിൻ 1-2 കിലോമീറ്റർ മതി. അപ്പോൾ ട്രെയിനിൻ്റെ നീളം അല്ലെങ്കിൽ അതിൻ്റെ സൈസ് അത് സഞ്ചരിക്കുന്ന ദൂരവുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ ചെറുതായെന്നും ആ ഒരു അപ്രോക്സിമേഷനെ നമ്മൾ പോയിൻ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സിറ്റുവേഷൻസിൽ, ഇപ്പോൾ ഒരു ആന ചലിക്കുന്നു, നമ്മൾ ചലിക്കുന്നു, ഒരു ഉറുമ്പ് ചലിക്കുന്നു, എല്ലാം നമ്മളൊരു കടുക് വലുപ്പത്തിലേക്ക് സങ്കല്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രൂപത്തെക്കുറിച്ചോ സൈസിനെക്കുറിച്ചോ അല്ല നമ്മൾ കാര്യമായിട്ട് മനസ്സ് വയ്ക്കുന്നത്, ശ്രദ്ധ വയ്ക്കുന്നത് അത് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ്. അപ്പോൾ സഞ്ചരിക്കുന്ന ദൂരവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഓബ്ജക്ട്സിനെയൊക്കെ നമ്മൾ പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒരു കടുക് വലുപ്പത്തിലുള്ള ഒരു പോയിൻ്റ് ചലിക്കുന്നത് പോലെ കൺസിഡർ ചെയ്തിട്ടാണ് പഠനം മുമ്പോട്ട് പോകുന്നത്. ഇനി ഫൈനലി കൈനമാറ്റിക്സിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ ലെസൺ. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ശാഖയാണ്. അതിൻ്റെ ഒരു ചെറിയ ഒരു അറ്റം മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. ഇവിടെ
മോഷനുള്ള കോസസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല. ചലിക്കുന്നു, ഒരു വസ്തു ചലിക്കുന്നു, എന്തുകൊണ്ട് ചലിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. ഒരു വസ്തു ചലിക്കുന്നു, നേർരേഖയിൽ ചലിക്കുന്നു, അത്രമാത്രം. ഓക്കെ.